ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ലിഡിലേക്ക് ഇറങ്ങിക്കാണ്. അപ്പോൾ ലിഡിലിൽ നമുക്ക് പോയിട്ട് ഒരു 1 വീക്കിലേക്കുള്ള പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനാണ്. 1 വീക്ക് എന്ന് പറയുമ്പോൾ ചെറിയ പർച്ചേസ് ആണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ 1 വീക്കിലേക്കുള്ളത്. അപ്പോൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ നോക്കാം കേട്ടോ. വാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഇവിടെ UK ഇപ്പോൾ ഓട്ടം സീസൺ ആണ്. അപ്പൊ നമ്മുടെ ലീവ്സ് എല്ലാം ഇങ്ങനെ ഫാളിങ് ഒരു സീസണാണ്. അതുകൊണ്ട് എല്ലാ ലീവ്സും യെല്ലോ കളറാണ്. അപ്പൊ കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ ഈ ട്രീസിലൊക്കെ ലീവ്സ്. അതേനെ വിന്റർ സീസൺ തുടങ്ങാറാകുമ്പോഴത്തേനും ഫുള്ള് ലീവ്സ് എല്ലാം പോയിട്ട് ബ്രാഞ്ചസ് മാത്രം ആകും കേട്ടോ. അപ്പൊ ഇതൊരു അടിപൊളി സീസൺ ആട്ടോ. ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു അടിപൊളിയാണ് ഇവിടെ. അടിപൊളിയാണ്. നമ്മളപ്പോ പോണ വഴിക്ക് ഇതുണ്ടോ കൊറേ ചെറിയൊരു ഇതെന്താ പറയുന്നു, തോട്. ചെറിയൊരു തോടുണ്ട് കേട്ടോ. നല്ല ഭംഗി ഇത് കാണാൻ വേണ്ടിട്ട്. പിടിച്ചു പോണം, കാട്ടിലൂടെ പോവാം. ഇത് ഞങ്ങളുടെ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ഇത് വെർജിൻ ആക്റ്റീവ എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ. എവിടെയാണ് എൻ്റെ കൈ? കറക്റ്റ് അതാന്ന് തോന്നുന്നു. വെർജിൻ ആക്റ്റീവ വലിയൊരു ജിമ്മാണ് കേട്ടോ. ഭയങ്കര ജിമ്മാണ്. ഇവിടെ 60 പൗണ്ടാണ് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞത്. ഫീസ് 60 പൗണ്ടാണ്. പിന്നെ ഇവിടുത്തെ ട്രാഫിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ വരുന്ന വണ്ടി ആയാലും ആൾക്കാരെ നടക്കാൻ ക്രോസ് ചെയ്യാൻ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും. അവർ ചിരിച്ചിട്ട് കടക്കൂ എന്ന് പറയുകൊണ്ട് കാണിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് പെഡസ്ട്രിയൻസിനും സൈക്ലിംഗ് പോകുന്നവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അതൊക്കെ ഇവിടെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മള് കാൽനടക്കാർക്കാണ്, പെഡസ്ട്രിയൻസിനാണ്. അതായത് ഇപ്പൊ ഒരു വഴിയിലൂടെ ഒരു മെയിൻ വഴിയിലൂടെ തന്നെ ഒരു സൈക്കിൾ ഫ്രണ്ടിൽ ചവിട്ടി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ സൈക്കിൾ ഒതുങ്ങി ഒരു സൈഡ് ഒതുക്കുന്ന സമയത്ത് മാത്രമേ ഏത് വണ്ടിയായാലും ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പെഡസ്ട്രിയൻസിനും സൈക്കിളിൽ പോകുന്നവർക്കും കൊടുക്കുന്നത്. അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് പോയിട്ടാ തോന്നി. നല്ലൊരു സംഭവമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ അതെ, നല്ല വെതറാണ് ഇപ്പത്തെ ഒരു വെതർ, നല്ലതാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ആകുമ്പോഴത്തേനും നമുക്ക് നല്ല രസമായിരിക്കും. മഞ്ഞൊക്കെ വീണ് കൊടുക്കും. ഇപ്പൊ തന്നെ റോഡുകളിലൊക്കെ ബോർഡൊക്കെ വന്നു തുടങ്ങി, റെഡി ഫോർ വിന്റർ സീസൺ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മഞ്ഞും തണുപ്പൊക്കെ നല്ല രീതിയിൽ ആവാൻ സാധ്യതയുണ്ട്. എന്താ ഒരു മോളിയോടെ ഒരു ട്രെയിനൊക്കെ പോണ സ്ഥലമാണ് കേട്ടോ. അടിപൊളിയാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലത്തെ സാധാ മാങ്കോ ആണ് കേട്ടോ. 1.79. അതായത് 2 മാംഗോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 മാംഗോസ് എടുത്തിട്ടുണ്ട്. 1.79 നിങ്ങൾക്ക് നാട്ടില് 179 100 ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളെപ്പോഴും ലിഡിലിൽ നിന്ന് ചിക്കൻ മേടിക്കാറുണ്ട്. ഇത് ഹോൾ ചിക്കൻ ആയിട്ടാണ് വരുന്നത്. നമുക്കിങ്ങനെ ഇതുപോലത്തെ ഒരു ചിക്കൻ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് 1.749 2 കിലോന്റെ ജസ്റ്റ് തൊട്ടതാണ്. അങ്ങനെ 4.25 ആണ് കേട്ടോ. അപ്പൊ 425 റുപ്പീസ് നാട്ടിലത്തെ. അടുത്ത കൊണ്ട് ബേക്കറി സെക്ഷനിൽ കേട്ടോ. അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ബേക്കറി സെക്ഷൻ. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഈ ക്രോയിൻസും നമ്മൾ ഇവിടുന്ന് ഒരു സംഭവം എടുത്തിട്ട് ഈ ഒരു കിച്ചണിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഏറ്റവും ഫേവറേറ്റ് ഇതുമാണ്. അപ്പൊ ഞാൻ ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും. You want this? No. അപ്പൊ ഒരെണ്ണം ഇതും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബാഗ് എടുത്തിട്ട്
ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്റെ സാധനം ഇതിനകത്ത് ഇല്ല ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ ഡോണറ്റ് ആട്ടത്, ചോക്ലേറ്റ് ഡോണറ്റ് 39p ആണ്, 39 റുപ്പീസ്. മറ്റേ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ചോക്ലേറ്റ് ഫില്ലിംഗ് കൂടി ഉണ്ട്, അതാണ് 69. എനിക്കതെടുത്തോ 69. എനിക്കതെടുത്തോ 69p യുടെ. ഇത് സരസ്വതിക്ക് തന്നെ മതി. ഫുള്ള് സെക്ഷൻ ഫുള്ള് ബേക്കറി പോലത്തെ ബണ്ണ് കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ബേക്കറി സെക്ഷൻ ആണ് കേട്ടോ. ഞാനിവിടെ എന്നോട് പറയണ്ട കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. ബേക്കറി സെക്ഷനിൽ നല്ല ടേസ്റ്റ് ആണ്. റൈറ്റ് സൈഡില് ബ്രെഡ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡില് കുറച്ച് എന്താണ് ക്ലോത്താ. ഇവിടെയൊക്കെ ഫുള്ള് ക്ലോത്ത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു പാൻ കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ്. അവിടെ എഗ്ഗിന്റെ സെക്ഷനിലേക്ക് പോയേക്കാണ്. നമുക്ക് നോക്കാം. എഗ്ഗ് നമുക്ക് കിട്ടുന്നത് 10 മിക്സഡ് എഗ്സ് ആണ്. മിക്സഡ് എഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വേറെ സൈസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് കിട്ടുന്നത് 1.33, 133 റുപ്പീസ് നാട്ടിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ. അപ്പം 1.33 കിട്ടുന്നത് 10 എഗ്സ്. അപ്പൊ ഇതാണ് നമ്മൾ തക്കാളി എടുക്കാറ് കേട്ടോ. ഇവിടെ നിന്നാണ് തക്കാളി നമ്മൾ എടുക്കുന്നത്. ഇത് കുഞ്ഞി തക്കാളിയാണ്, ഇതിനേക്കാളും വലുതാണ് കിട്ടാറ്. പക്ഷെ ഇപ്രാവശ്യം പഴുത്തിട്ടുള്ള കുഞ്ഞിതാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് എടുക്കണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര പച്ചയാണ്, നമുക്ക് എടുക്കേണ്ടത്. അതിന് 89p ആണ്, 6 എണ്ണം ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ എടുക്കുന്നില്ല, നല്ല പഴുത്തിട്ടുള്ള ഭയങ്കര കുഞ്ഞിതാണ്. അടുത്തത് നമ്മൾ മെയിൻലി എടുക്കുന്ന സവാളയാണ്. ലിഡിലാണ് സവാള കുറച്ച് ലാഭം. 99pക്ക് നമുക്ക് 1 kg കിട്ടും. 1 കിലോയ്ക്ക് 99p, വിച്ച് മീൻസ് 100 റുപ്പീസ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ എപ്പോഴും വരുമ്പോൾ 2 പാക്കറ്റ് എടുക്കും. 2 പാക്കറ്റ് എടുത്താൽ ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് നിൽക്കത്തുള്ളൂ. പിന്നെ അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് എടുക്കാറില്ല. ബിക്കോസ് മലയാളി സ്റ്റോറിലാണ് അത് ലാഭം, ഇവിടെ നിന്ന് എടുക്കാറില്ല. ഇത് ഫുള്ള് ബിസ്ക്കറ്റ് സെക്ഷൻ ആണ് കേട്ടോ. ഇവിടെ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ റീസെന്റ് ആണ് അത് കണ്ടുപിടിച്ചത്. നമുക്ക് നോക്കാം എന്താന്ന് നോക്കാം കേട്ടോ. സെർച്ചിങ് ഫോർ ഫേവറേറ്റ് ബിസ്ക്കറ്റ്. ഇന്നിപ്പോ വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും ആളുകൾ കുറവ്. സാധാരണ ഞങ്ങള് ശനി എന്തോ പറയാനുണ്ട്. പറഞ്ഞോ. ഒരു വേഫിൾസ് പോലത്തെ ഒരു സാധനം കേട്ടോ. പക്ഷെ അത് ഇവിടെ ഇല്ല ഇന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമുക്ക് അത് കിട്ടിയില്ല. വി മിസ്ഡ് ഇറ്റ്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പൊ വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് ഞങ്ങളുടെ ഈ ലിഡിൽ. പാലാട്ടോ, ഇതാണ് നമ്മൾ വാങ്ങിക്കാറ്. ഹോൾ മിൽക്ക്, ഹോൾ ബ്രിട്ടീഷ് മിൽക്ക്. ഇതിന്റെ വില വന്നിട്ട് 1.45 ആട്ടോ. 2.5 ലിറ്റർ ഉണ്ട്. 1.45, 145 അത് നമുക്ക് കിട്ടും. ഗൈസ്, നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഈ ഇതാണ് മേടിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലത്തെ കോർണച്ച പോലെ. പക്ഷെ ഇതിനിപ്പോ റേറ്റ് കൂട്ടി. നേരത്തെ 1.75 1.65 ആയിരുന്നു. ഇപ്പൊ 2.05 ആക്കി കേട്ടോ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടാണ് ഇതിൽ റേറ്റ് കിട്ടിയത്. അതൊന്നും നമ്മൾ ഇപ്രാവശ്യം വാങ്ങിക്കുന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും, ഹെഡ് ആൻഡ് ഷോൾഡർ, അതുപോലെ തന്നെ ലോറിയലിന്റെ ഷാംപൂ, കണ്ടീഷണർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് എത്രയാണ്? 98p ആണ്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് കമ്പയർ ചെയ്യണം. ബട്ട് ആക്ച്വലി കുഴപ്പമില്ല 98pക്ക്. ഈ വാഷിംഗ് ലിക്വിഡ് ആട്ടോ നമ്മൾ മേടിക്കാറ് പാത്രം കഴുകാൻ വേണ്ടി. ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം നമുക്കിത് മൊത്തം നിൽക്കും. ഇതിനാകെ 1.95, 2 പൗണ്ടിന് താഴെയാണ്. ഇത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ മേടിക്കാറ്, ഈ ഒരു ലെമണിൻ്റെ. അങ്ങനെ നമ്മുടെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ സാധനങ്ങളെല്ലാം
പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് പറക്കി വെക്കാം കേട്ടോ ബെൽറ്റിലേക്ക്. ഗൈസ് അപ്പം നമ്മൾ ഇറങ്ങിട്ടോ. ഇതാണ് ലിഡിലത്തെ ബില്ല് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ അയക്കണത് 13 പൗണ്ടാണ് ഗൈസ് അയക്കണത്. കുറച്ച് സാധനം മേടിച്ചുള്ളൂ, പക്ഷെ എന്നാലും 13 പൗണ്ട് ആയിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് ഇതും കൊണ്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം നമ്മൾ കറിക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ബാക്കി സവാള, പാല്, മുട്ട അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിച്ചത്. മീനോ ബീഫോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ വേണ്ടി വരും അടുത്ത ആഴ്ചത്തേക്ക്. കാരണം മീനോ ബീഫോ എന്തെങ്കിലും പോയി മേടിക്കേണ്ടി വരും. ഞാൻ മീനും ബീഫൊക്കെ മേടിക്കാറ് സിറ്റി സെന്ററിലാണ് കേട്ടോ. അവിടെയാണ് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് കിട്ടണത്. ലിഡിലുണ്ട്, പക്ഷെ സിറ്റി സെന്റർ ആണ് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടണത് കേട്ടോ. അപ്പം നമ്മളിന്ന് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ഉച്ച കഴിഞ്ഞിട്ട് സലീഷ് ബ്രോയ്ക്ക് ജോബിന് പോകണം, ഷിഫ്റ്റ് ഉണ്ട്. എനിക്ക് പിന്നെ ഷിഫ്റ്റ് ഒന്നുമില്ല, ഇന്ന് ക്ലാസ്സും ഇല്ല. അപ്പം നമ്മളിന്ന് വെറുതെ വീട്ടിലിരിപ്പാണ്. ചിലപ്പോൾ ഒന്ന് ഞാൻ സിറ്റി സെൻറ്റർ വരെ പോകും, പക്ഷെ ചിലപ്പോഴേ പോകത്തുള്ളൂ, അതറിയത്തില്ല. പിന്നെന്താണ് സിറ്റി സെൻറ്ററിൽ ഞങ്ങൾ അവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് പരിപാടികൾ വന്നിട്ടുണ്ട്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. അത് നമ്മളൊരു വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലാണ് ഇവിടെ UK-യിൽ. അപ്പോൾ അതും കൊണ്ടും ഞാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഒന്ന് സിറ്റി സെൻറ്റർ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എങ്ങാനും ഓഫറിൽ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മളത് മേടിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പം അത്ര തന്നെ ഉള്ളൂ. അതെ, ഇവിടെ നമ്മുടെ നാട്ടില് ബില്യൺ സെയിൽ എന്നൊക്കെ പറഞ്ഞു തരില്ലേ, ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഫ്രൈഡേ ഇവിടെ. പക്ഷെ ഭയങ്കര ഡിസ്കൗണ്ട്സ് ആണ് അതിൻ്റെ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഫോണുകളൊക്കെ. ഐഫോണില്ല, സാംസങ്ങിന് ഇച്ചിരി ഡിസ്കൗണ്ട് ഒക്കെ പറഞ്ഞു 40%. അതുപോലെ തന്നെ ആപ്പിൾ പ്രോഡക്ട്സിനുണ്ട് കേട്ടോ. മറ്റേ എയർപോഡ്സിന് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 200 ഒരു 289 ഒരു 200 പൗണ്ട്സ് ഉണ്ട്. 89 പൗണ്ട്സ് ഒക്കെ എന്തോ കുറഞ്ഞ് ഞാൻ ആമസോണിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൂസിനൊക്കെ, എല്ലാ ബ്രാൻഡഡ് ഷൂസിനൊക്കെ നല്ല ഓഫേഴ്സ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയം യൂട്ടിലൈസ് ചെയ്യണം ശരിക്കും. ഇവിടെ പർച്ചേസ് ചെയ്യാൻ, അതായത് നമ്മൾ ഷൂസ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ. ഗൈസ്, അപ്പം നമ്മുടെ കുട്ടി ലിഡിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞേക്കാണ്. ഒരു 1 വീക്കിനേക്കുള്ള പാല്, മുട്ട, സവാള അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. 13 പൗണ്ട്സ് ആണ് ആയത്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ബാഗിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലത്തെ ഒരു ബാഗ് ഇട്ടിട്ടാണ് നമ്മൾ കടയിൽ പോവുക. കാരണം എപ്പോഴും കയ്യിൽ തൂക്കിക്കൊണ്ട് കിടക്കണ്ടേ. അപ്പോൾ ഇതാണ് കുഞ്ഞൊരു ലിഡിൽ ഷോപ്പ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.